നമ്മുടെ കേരളത്തിലാണ് ആൾക്കാർ ഇൻട്രസ്റ്റ് റേറ്റുമ്പോൾ തൂങ്ങിക്കിടക്കുന്നത്. നമ്മൾ വേണ്ടാന്നൊന്നും പറയണ്ട, കിട്ടാവുന്ന ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ നമ്മൾ കുറച്ച് തന്നെ വാങ്ങണം. അതെ 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 50 പൈസ സേവ് ചെയ്യാൻ വേണ്ടി 50,000 രൂപയുടെ ബെനിഫിറ്റ് കാണുന്ന ആൾക്കാരാണ്. കാരണം നമ്മൾ സമയത്ത് ഫണ്ട് കിട്ടണം. നമ്മൾ പല ആൾക്കാരും പറയുന്നുണ്ട് എൻ്റെ ബാങ്ക് എനിക്ക് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നു. പക്ഷേ എന്ന് തന്നു എന്നുള്ളത് അവിടെ ചോദ്യമില്ല. അതെ അതെ പലപ്പോഴും ഇത് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. ഇപ്പോൾ മറ്റ് ബാങ്കിനെ അപേക്ഷിച്ച് 0.25 0.5 കുറവായിരിക്കും. പക്ഷേ സമയത്ത് പിന്നീട് ഒരു കാര്യത്തിന് ചോദിച്ച സമയത്ത് അവരെ കാര്യം നടത്തിയിട്ടൊന്നുമില്ല. ഇന്നലെ ഞാൻ കണ്ടൊരു വ്യക്തിയാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ ബാങ്കായിട്ട് ഞാൻ ഇടിയുണ്ടാക്കിയിട്ട് വന്നേക്കാണ്. എന്ത് പറ്റി? എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 65,000 രൂപ പിടിച്ചു. എന്താ കാര്യം? ഫിനാൻഷ്യൽസ് സമയത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു. സ്വാഭാവികമായിട്ടും ബാങ്ക് അവർ ഓരോ സാങ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ് സമയത്ത് കൊടുക്കണം, ഫൈനാൻഷ്യൽ മറ്റേ റിന്യൂവൽ ഉണ്ട്, അതിൻ്റെ സമയത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചാർജസ് വരും. ഒരു കസ്റ്റമറായിട്ട് നല്ല റിലേഷനുള്ള ബാങ്ക് ആണെങ്കിൽ ഒരു പക്ഷേ അവനോട് പറഞ്ഞത് എങ്ങനെയൊക്കെ വാങ്ങിച്ചെടുക്കും. ചിലപ്പോൾ കസ്റ്റമർ ഭാഗത്ത് തെറ്റായിരിക്കും, കാരണം എത്ര വട്ടം ചോദിച്ചിട്ടും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ബാങ്കിനെ തിരഞ്ഞെടുക്കുമ്പോൾ കസ്റ്റമർ ഒരുപാട് കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കേരളത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിനെ തിരഞ്ഞെടുക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം നോക്കിയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളെ സമയത്ത് സഹായിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നുണ്ടോ? ആവശ്യത്തിനുള്ള ഫണ്ട് കൃത്യമായിട്ട് തരുന്നുണ്ടോ?